എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാമത്തെ പിറന്നാളായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അപ്പൊ ഇത്രയും നാളും എന്താ പറയാ അദ്ദേഹത്തിന്റെ പിറന്നാളുകൾ ആഘോഷിക്കുന്നതിനും വിഭിന്നമായിട്ട് കുറച്ച് എന്താ പറയുക ഇതുവരെ സംഭവിക്കാത്ത ചില കാര്യങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങളിൽ ഞാൻ ഇന്നലെ കണ്ടു. അപ്പൊ അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്തൊക്കെ ചെയ്താലും അല്ലെങ്കിൽ എന്ത് തന്നെയാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ നടക്കുന്നത് അല്ലെങ്കിൽ നാഷണൽ പൊളിറ്റിക്സിൽ നടക്കുന്നത് എന്നതിനെ പറ്റിയൊന്നും വ്യക്തമായ ചിത്രം ഒരു നാട്ടുകാർക്കും നൽകാതെ ഈ മോദിയുടെയും BJP-യുടെയും ഒക്കെ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച് ആളുകൾക്ക് മുന്നിൽ വിസിബിൾ ചെയ്യാന്നുള്ളതായിരുന്നു ഇതുവരെയും കേരളത്തിലെ മാധ്യമങ്ങൾ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പണി. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 75ാം പിറന്നാളിനോടനുബന്ധിച്ച് മോദി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി ചെയ്ത ഒരു വീഡിയോയാണ് എക്സ്പെഷ്യലി ഞാൻ എടുത്തു കാണാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഞെട്ടി, ഇനി നിങ്ങൾ ഞെട്ടിക്കോ. അപ്പൊ നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എപ്പോഴത്തെയും പോലെ തന്നെ സംഭാവനകളുടെ കാര്യം ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ദിവസവും വീഡിയോ കാണുന്നത് പുതിയ ആളുകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് പബ്ലിക് ഒപ്പീനിയൻ ഒരു സാമ്പത്തിക പിന്തുണ ആവശ്യപ്പെടുന്നതെന്ന് പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സിന് മനസ്സിലാകാറില്ല. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ളൊരു വിശദീകരണം ഷോർട്ടായിട്ട് തുടക്കത്തിൽ കൊടുക്കുന്നത്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോർമലി കിട്ടിക്കൊണ്ടിരുന്ന മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ വരുമാന മാർഗം ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടുന്നില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ കൂട്ടമായിട്ട് റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മുടെ റീച്ച് പോവുകയും മോണിറ്റൈസേഷൻ പോവുകയും ഒക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറച്ച് മാസങ്ങളായി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ചാനൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമാണ്, കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ സാമ്പത്തിക പിന്തുണ ചോദിക്കുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്യുന്നത് പോലെ തന്നെ എന്നെ തുടർന്നും സഹായിക്കുക. ഇനി അതിന് പറ്റാത്തവര് വീഡിയോ കണ്ടും കമന്റ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സഹായിക്കാവുന്നതാണ്. കാരണം റീച്ച് അതിന്റെ പഴയ നിലയിലേക്ക് വന്നാൽ നമ്മുടെ മോണിറ്റൈസേഷൻ ഇഷ്യൂസ് ഒക്കെ മാറിക്കിട്ടും. പിന്നെ വീഡിയോന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ടോക്കിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ ആദ്യം പറഞ്ഞ മാതൃഭൂമിയുടെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നരേന്ദ്രമോദി 75 വയസ്സിലെത്തുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ 11 വർഷവും പിന്നിടുകയാണ്. ഈ കാലം അത്രയും അദ്ദേഹത്തിന് മുകളിൽ നിൽക്കാൻ സ്വന്തം പാളയത്തിലോ പ്രതിപക്ഷ നിരയിലോ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. ഒപ്പം 2014 മുതൽ ഇങ്ങോട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും BJP-യുടെ ഏറ്റവും വലിയ ആയുധമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ ഭാരതം എത്തിച്ചേർന്ന നേട്ടങ്ങളിലേക്കാണ് നമ്മൾ വേഗത്തിൽ പോകുന്നത്. അതിലേറ്റവും പ്രധാനം ക്ഷേമ പ്രവർത്തനങ്ങളിലെ അദ്ദേഹത്തിന്റെ സാധ്യതകളും അദ്ദേഹം മുന്നോട്ട് വെച്ച പദ്ധതികളുമാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന ഏറ്റവും വലിയ തോതിൽ ഉത്തരേന്ത്യയിലെ ഗ്രാമീണ മേഖലകളിലടക്കം വലിയ സ്വാധീനം ചെലുത്തിയ പദ്ധതിയാണ്. ഏകദേശം 4 കോടിയിലേറെ പേർക്കാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീടുകൾ നിർമ്മിച്ചു നൽകിയത്. ഏകദേശം 13 മിനിറ്റ് വരുന്ന രീതിയിലാണ് ഇവർ ഈ വീഡിയോ സെറ്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്നത്. ഈ 13 മിനിറ്റും പറയുന്നത് ഇദ്ദേഹം ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവന്ന ഓരോരോ പദ്ധതികളെ കുറിച്ചാണ്. ഇതൊരു ചുരുക്ക വിവരണമാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കും, അയ്യോ ഇതെന്താ ഞാൻ മുഴുവനായിട്ട് പ്ലേ ചെയ്തിട്ടില്ല, കാരണം വീഡിയോന്റെ സിംഹഭാഗം അത് കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല, നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസും വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതൊരു ചെറിയ ഭാഗമാണ്. അതായത് മോദി ചെയ്തതിന്റെ എക്സാക്ട് വേർഷൻ നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഓരോന്നും വെച്ചിട്ട് ഓരോ ടോപ്പിക് വീഡിയോ ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോ ഇദ്ദേഹം പറഞ്ഞതിന്റെ കാര്യങ്ങളെ പറ്റി അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചുരുക്കമായിട്ടൊന്ന് നോക്കാം. ആദ്യത്തത് പ്രധാനമന്ത്രി ആവാസ് യോജന. ഇന്നേ നിമിഷം വരെ 4 കോടിയിലധികം പേർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന കൊണ്ട് പ്രയോജനം ഉണ്ടായി എന്നാണ് സ്ഥിതി വിവര കണക്കുകൾ പറയുന്നത്. ഇത് പറയുന്നത് മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് സംഘി പ്രൊപ്പഗണ്ട എന്നൊന്നും പറഞ്ഞു വരണ്ട. ഇത് റിയൽ ഫാക്ട്സ് ആണ്. 4 കോടി പേർക്ക് ഏകദേശം ഈ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീടായി കഴിഞ്ഞു. കേരളത്തിൽ എത്ര പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്? നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി ലൈഫ് മിഷൻ ആണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ലൈഫ് മിഷൻ അഴിമതി വെളിച്ചത്ത് വന്നതോടുകൂടി, പിന്നെ ലൈഫിന് വേണ്ടി അനുവദിച്ചു കൊടുത്തിരിക്കുന്ന തുകകൾ വഴിമാറ്റി ചെലവഴിച്ചതോടുകൂടി ഈ 2 കാര്യങ്ങൾ കൊണ്ട് ലൈഫ് മിഷൻ വഴി മുടങ്ങി കിടക്കുന്ന അവസ്ഥയിലാണ്. അപ്പൊ ലൈഫിന് അപേക്ഷിച്ചത് പാസ്സാകുന്ന വ്യക്തികൾ തങ്ങൾ വീട് പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു ഷെഡ് പോലെ ഉണ്ടാക്കണം എന്നൊരു സംഗതിയുണ്ട്. അങ്ങനെ ഷെഡാക്കിയ ഒരുപാട് ആളുകൾ ഇപ്പൊ ഷെഡിൽ തന്നെയാണ് കിടപ്പ്. ഈ ലൈഫ് മിഷനുമായിട്ട് കമ്പയിൻ ചെയ്താണ് പ്രധാനമന്ത്രി ആവാസ് യോജന കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. മോദി വീടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന വ്യക്തികൾ ശ്രദ്ധിക്കുക. ഇതിന് കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. CPM-ന്റെ LDF സർക്കാർ ഇത് അവര് നൽകുന്ന ഒരു പദ്ധതിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി കാലങ്ങളായി ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അതും ഇതും കൂടി ലയിപ്പിച്ച് ലൈഫ് മിഷൻ എന്ന പേരിൽ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുക. അതിന്റെ പേരിൽ ഒരുപാട് തട്ടിപ്പ് നടന്നതുകൊണ്ടും ലൈഫ് മിഷൻ നടക്കാതെ ഇപ്പൊ മുടങ്ങി കിടക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ആളുകൾക്ക് വീടിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാത്തത്. ഇത് മോദിയുടെ കുഴപ്പമല്ല, മറിച്ച് നമ്മൾ എലക്ട് ചെയ്ത് ഇവിടെ അധികാരത്തിൽ കയറ്റിയ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കുഴപ്പമാണ്. അങ്ങനത്തെ ഗവൺമെന്റുകൾ ഇല്ലാത്ത മറ്റു സ്റ്റേറ്റുകൾ ഇതിന്റെ പ്രയോജനം ഇപ്പോഴും അനുഭവിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. ഒപ്പം സ്വച്ഛ് ഭാരത് മിഷനിലൂടെ 12 കോടി ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകാനും കഴിഞ്ഞു. സ്വച്ഛ് ഭാരത് മിഷൻ നമുക്കറിയാം, ഇത് മഹാത്മാഗാന്ധിയുടെ ബർത്ത്ഡേയോടനുബന്ധിച്ച് അനൗൺസ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് സ്വച്ഛ് ഭാരത് മിഷൻ. അതായത് വൃത്തിയാക്കുക എന്നതാണ് സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞാൽ. സ്വച്ഛ് എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ടുള്ള ഒരു ഇന്ത്യ എന്നതാണ് ഇതിന് തുടക്കം. ഏറ്റവും കൂടുതൽ കല്ലേറുകളും ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും കേട്ട ഒരു പദ്ധതിയാണിത്. എന്തിനാണ് ആളുകൾ വിമർശിച്ചതെന്ന് എനിക്ക് അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും. വെറും രാഷ്ട്രീയം അല്ലാതെ വേറൊന്നുമില്ല. അതായത്
സ്വന്തം സ്ഥലം വൃത്തിയാക്കുക എന്നൊരു പ്രോജക്ട് ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അതിനെ ഇതാക്കുക. ഏകദേശം 120 കോടി ശൗചാലയങ്ങൾ ഇന്ത്യയിൽ മാത്രം ഈ ഒരു ഭാരത് മിഷന്റെ നേതൃത്വത്തിൽ വന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. 150 കോടി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ആളുകൾക്ക് ഇവിടെ ബാത്റൂം ഇല്ലായിരുന്നു. ഈ പറയുന്നുണ്ടല്ലോ നിങ്ങൾ മോദി കള്ളനാണ്, മോദി ഇറങ്ങൂ, മോദി മാറി തന്നാൽ ഞങ്ങൾ മല മറിക്കാന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ഇവർ ഇത്രയും വർഷം മല മറിച്ച കണക്കാണ് ഈ കാണുന്നത്. ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇത്രയും ശൗചാലയങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നത്. ഇവിടെ കിടന്ന് ശൗചാലയമൊക്കെ ഒരു കാര്യമാണോ എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ അനുഭവിക്കാത്ത കഥകളൊക്കെ നിങ്ങൾക്ക് കെട്ടുകഥകളാണല്ലോ. എന്തെങ്കിലും ഒരു ദിവസം മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംഭവം കാണാതെ ഒരു അവസ്ഥ വന്നാൽ അതിന്റെ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാവും. അതുവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമല്ല സ്വച്ഛ് ഭാരത് മിഷൻ വഴി ചെയ്തത് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് അവിടെ ഇവിടെ വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്ന ആ ഒരു കൾച്ചറിൽ നിന്ന് മാറ്റി കൃത്യമായിട്ട് വേസ്റ്റ് കളക്ട് ചെയ്യുക, ആ വേസ്റ്റുകൾ സ്വന്തം സംസ്ഥാനത്ത് കൊണ്ടുപോയിട്ട് സംസ്കരിക്കുക. അതായത് വളമാക്കി മാറ്റേണ്ടത് വളമാക്കി മാറ്റുക, പ്ലാസ്റ്റിക് റീസ്റ്റോർ ചെയ്യേണ്ടത് റീസ്റ്റോർ ചെയ്യുക. ഇങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സംസ്ഥാനങ്ങളുടെ കീഴിൽ വരാൻ വേണ്ടിയും ഈ സ്വച്ഛ് ഭാരത് മിഷന്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായി. ഇന്ന് നമ്മൾ കാണുന്ന വൃത്തിയുള്ള തെരുവുകൾ അതിന്റെ തെളിവാണ്. ഇതിനു മുമ്പ് വരെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നാഷണൽ മീഡിയ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ, BBC ഒക്കെ നോക്കിയാൽ, പഴയ വീഡിയോസ് നോക്കിയാൽ കാണാം, ഇന്ത്യ എന്ന് പറയുമ്പോൾ ചേരികളും അഴുക്കും ഈ തുപ്പിയതും എന്താ പറയുക വൃത്തികേടുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ ഈ ഒരു കാഴ്ചയാണ് അവർ തുടർച്ചയായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതിന്റെ മുഖം മാറി. അത് സ്വച്ഛ് ഭാരത് മിഷനിൽ ഉൾപ്പെടുത്തി ചെയ്തൊരു സംഗതിയാണ്. മൂന്നാമതായി മെനസ്ട്രൽ ഹെൽത്ത് മാനേജ്മെന്റ്. മെനസ്ട്രൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലൊക്കെ ഒരു കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. നിങ്ങൾ ഒരു ആണായതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. സ്ത്രീകളോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, മെനസ്ട്രൽ സമയത്ത് കേരളത്തിലെ സ്ത്രീകളെ മാറ്റി നിർത്തി പുറത്തുള്ള സ്ത്രീകളുടെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇതിൽ എത്ര സ്ത്രീകൾ ആ സമയത്ത് ഹൈജീൻ അല്ലെങ്കിൽ വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുമെന്നതിനെ കുറിച്ച് ബോധമില്ലാത്തവരായിരുന്നു. കാരണം അവർക്ക് അറിവില്ല, അവർ പാഡ് കണ്ടിട്ടില്ല, മെനസ്ട്രൽ കപ്പ് കണ്ടിട്ടില്ല, ഇത് എങ്ങനെ ഹെൽത്തി ആയിട്ട് ചെയ്യണം, അവർക്ക് ശൗചാലയം പോലും ഇല്ല. എന്നാൽ അതിന്റെ മുഖം മാറി. സ്ത്രീകളായിട്ടുള്ള ആളുകൾ മെനസ്ട്രൽ സമയത്ത് യൂസ് ചെയ്യാനായിട്ടുള്ള പാഡ് അതുപോലെ കപ്പ് ഒക്കെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും സ്പോൺസർ ചെയ്ത് അവിടെ എത്തിക്കാൻ തുടങ്ങി. 1 രൂപയ്ക്ക് പാഡ് കിട്ടുന്ന ആ ഒരു പദ്ധതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 1 രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരാൾക്ക് പാഡ് വാങ്ങാം എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ അത്രയും കാശില്ലാത്ത അവസ്ഥയാണ് നോർത്തിലെ സ്ത്രീകളുടേത്. അവരുടെ കയ്യിൽ ചിലപ്പോൾ അത്രയും ചില്ലറയൊക്കെ ഉണ്ടാവുള്ളൂ. ചിലർക്കൊക്കെ ഫ്രീ ആയിട്ടാണ് എത്തിക്കുന്നത്. ഈ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുണ്ടായിട്ടുള്ള ഗുണം എന്താണ്? കാരണം സ്ത്രീകളുടെ മെനസ്ട്രൽ സൈക്കിൾ ഹൈജീൻ ആയിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ ഗർഭധാരണം മുതൽ കുട്ടീന്റെ ആരോഗ്യം മുതൽ എല്ലാം ബാധിക്കും. നമ്മുടെ വരും തലമുറകളെയാണ് സത്യത്തിൽ ഇത് നശിപ്പിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഇവിടെ മാറി. ഒരു സ്ത്രീയുടെ ഒരു അമ്മയുടെ ഒരു ഹെൽത്തിന്റെ ഒരു കരുതലിലേക്ക് സർക്കാർ ഉറ്റുനോക്കുന്ന ഒരു സംഗതി സ്വച്ഛ് ഭാരത് മിഷനിലാണ് വന്നത്. പിന്നെയുള്ളതാണ് സാനിറ്റേഷൻ ക്യാമ്പയിൻ. നിങ്ങൾക്കറിയാം, നമുക്ക് ഒരുമിച്ച് സ്വച്ഛ് ഭാരത് എല്ലായിടവും വൃത്തിയാക്കാന്ന് പറഞ്ഞ നദികള്, കുളങ്ങള്, ജലാശയങ്ങൾ, റോഡുകളൊക്കെ വൃത്തിയാക്കാനുള്ള ക്യാമ്പയിൻ ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ, ഗംഗാജലത്തിന്റെ ഒക്കെ പണ്ടത്തെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. പുണ്യനദിയാണെന്നൊക്കെയാണ് പറച്ചിലെങ്കിലും ലോകത്തുള്ള എല്ലാ അഴുക്കുകളും അതിനകത്തുണ്ടായിരുന്നു. ഓരോ പൂജ ചെയ്യുന്ന പൂക്കൾ മുതൽ എല്ലാ സാധനങ്ങളും. എന്നാൽ ഇപ്പോൾ അവിടെ പോയി കണ്ടിട്ടുള്ള ആളുകൾ കമന്റ് ഇടൂ, എന്താണ് ഗംഗയുടെ ഇപ്പോഴത്തെ മുഖം? അതാണ് സ്വച്ഛ് ഭാരത് മിഷനിലൂടെ. ഇത് ഞാൻ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ, സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറഞ്ഞൊരു സാധനം എടുത്തു വെച്ച് തന്നെ എനിക്ക് വേണമെങ്കിൽ അരമണിക്കൂർ ഇവിടെ വീഡിയോ ചെയ്യാം. അത്രയും കാര്യങ്ങളുണ്ട്, ചുരുക്കി പറയുന്നതാണ്. ഇതിനോട് ചേർത്ത് വെക്കേണ്ട മറ്റൊന്നാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജന. ഏതൊരു സാധാരണക്കാരനും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യം വെച്ചത്. അത് വലിയ അളവിൽ വിജയിക്കുകയും ചെയ്തു. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ സാധ്യമാക്കാൻ കഴിയും. മൂന്നാമതായിട്ട് മാതൃഭൂമി പറയുന്ന സംഗതി എന്താണ്? ജൻ ധൻ യോജന. അതായത് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്നൊരു സംഗതി. ഇതും ഭയങ്കരമായിട്ട് കല്ലേറി കിട്ടിയ ഒരു സംഗതിയാണ്. പാർലമെന്റിലടക്കം മോദിയെ കളിയാക്കിക്കൊണ്ട് തിരിച്ചാണ്. ഒരു മീൻ വിൽപ്പനക്കാരൻ, അവന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഒരു പച്ചക്കറി വിൽക്കുന്നവൻ, അവന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഇതൊക്കെ എങ്ങനെ സാധ്യമാക്കാനാണ്? ഇത് എങ്ങനെ സാധ്യമാക്കി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എങ്ങനെയാണ് സാധ്യമാക്കിയത്? ആദ്യം ഗ്യാസ് കണക്ഷനുകൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ഒരു സംഗതി ഉജ്വൽ പദ്ധതി എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഇവർ പിന്നെ പറയുന്നുണ്ട് കേട്ടോ. ഒരു പദ്ധതിയോടും മറ്റൊരു പദ്ധതി കമ്പൈൻ ചെയ്ത് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഉജ്വൽ പദ്ധതി കൊണ്ടുവന്നു. ഗ്യാസിന്റെ സബ്സിഡീസ് നിങ്ങൾക്ക് തിരികെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ തിരികെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രാമീണരായിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ ഗ്രാമത്തിൽ ചെന്ന് വരെ അക്കൗണ്ട് റെഡിയാക്കി കൊടുത്തു. ഗ്രാമത്തിൽ ഇങ്ങനെ നടന്നുപോയി വിറക് പെറുക്കി കൊണ്ടുവന്ന് പാചകം ചെയ്യേണ്ട സ്ഥാനത്ത് ലക്ഷക്കണക്കിന് പേർക്കാണ് ഇന്ന് ഫ്രീ ആയിട്ട് ഈ LPG കണക്ഷൻ കിട്ടുന്നത്. അതിനൊക്കെ ഇവർക്ക് എന്ത് വേണമായിരുന്നു? ബാങ്ക് അക്കൗണ്ട് വേണമായിരുന്നു. അങ്ങനെ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരെയും ഡിജിറ്റലായിട്ട് എങ്ങനെ മണി കൈകാര്യം ചെയ്യാം, ബാങ്ക് ത്രൂ എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകൾക്ക് കീഴിൽ കൊണ്ടുവരാനായിട്ട് ഉപയോഗിച്ച ആ ഒരു പ്രോഗ്രാമിന്റെ പേരാണ് ജൻധൻ യോജന. റിലയൻസിൽ നിന്നും ആദ്യമേ ലഭിച്ച ഫ്രീ ഇന്റർനെറ്റുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് വായിക്കണം. അങ്ങനെയാണ് UPI എന്ന് പറയുന്ന ഒരു വലിയ സംഭവം നമുക്ക് കൊണ്ടുവന്നത്. അതിലേക്കൊക്കെ വരാം. അപ്പൊ ജൻധൻ യോജന ഇതാണ്, എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്നൊരു സംഗതി. അത് പ്രാവർത്തികമാക്കിയോ? നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലേ? എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഒന്നിലധികം ഉണ്ട് എന്നാണ് പറയുക അല്ലെ. നമുക്കൊക്കെ ഓരോ ആൾക്കാർക്കും ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട്. ഗ്രാമത്തിലേക്കൊക്കെ പോയി നോക്കൂ, നോർത്തിലേക്കൊക്കെ പോയി നോക്കൂ. ഞാൻ ഗുജറാത്തിൽ പോയിട്ടുണ്ട്. അവിടെ ഗ്രാമത്തിനൊരു മുഖം, നഗരത്തിനൊരു മുഖം എന്ന നിലയിലാണ് ഇവരൊക്കെ ഈ പോസ്റ്റുകളിൽ മൊത്തം കമ്മികൾ എഴുതി വിടുന്ന ഗുജറാത്ത് ഒന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ നമ്മൾ ഈ പരുത്തി കൃഷിയൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്രാമമുഖ്യന്റെ ഒരു വീടുണ്ട്. ആ വീട്ടിലേക്ക് പഞ്ചായത്ത് അധികൃതർ അങ്ങോട്ട് ചെന്നിട്ടാണ് പെൻഷൻ കൊടുക്കുന്നത്. അങ്ങോട്ട് ചെന്നിട്ടാണ് കൃഷി വകുപ്പിലെ ഓഫീസർ എല്ലാവരും ഒരു ജീപ്പിൽ വരും. അവരാണ് എല്ലാം ചെയ്യുന്നത്. ആ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് അവർക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈവൻ ഈ UPI സ്കാൻ ചെയ്യുന്ന ആ ഒരു QR കോഡ് വരെ അവിടുത്തെ ഈ ഗ്രാമമുഖ്യന്റെ കയ്യിലുണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്ന വലിയ മാറ്റം. ഇത് മാതൃഭൂമിയുടെ വായി നോക്കി കേൾക്കുമ്പോൾ ഒരു സുഖമല്ലേ. മറ്റൊന്നാണ് ഗരീബ് കല്യാൺ യോജന എന്നത്.
അതും വലിയ നേട്ടമായി പ്രകീർത്തിക്കപ്പെടുന്നതാണ്. 80 കോടി പേർക്കാണ് കോവിഡ് കാലത്ത് സൗജന്യമായി ഭക്ഷ്യധാന്യം നൽകാൻ ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞത്. പിന്നെയുള്ളതാണ് ഗരീബ് കല്യാൺ അന്ന യോജന. ഇത് രണ്ട് തരത്തിലുണ്ട്. അന്ന യോജന എന്നുള്ളത് ഇദ്ദേഹം എടുത്തു പറഞ്ഞിട്ടില്ല, കല്യാൺ യോജന എന്നുള്ളതാണ് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്. അന്ന യോജന കോവിഡ് സമയത്ത് ഏകദേശം 80 കോടി ആളുകൾക്ക് ധാന്യം കൊടുത്തതാണ്. ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ള ധാന്യം കൊടുത്തതിന്റെ ഒരു പദ്ധതിയാണ്. അതുമായിട്ട് കമ്പൈൻ ചെയ്ത് തന്നെ വരുന്ന പദ്ധതിയാണ് കല്യാൺ യോജന. കല്യാൺ യോജനയ്ക്കകത്ത് വരുന്നത് ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെയുള്ള, അതായത് ഹെൽത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്കെല്ലാം 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. അതുപോലെ തന്നെ ജൻധൻ അക്കൗണ്ട്, ജൻധൻ വഴി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള 20 കോടി സ്ത്രീകൾക്ക് കോവിഡ് സമയത്ത് 500 രൂപ വെച്ച് പ്രതിമാസം നൽകുമായിരുന്നു. അതും ഈ ഗരീബ് കല്യാണിന്റെ കീഴിലാണ് വരുന്നത്. അത് മാത്രമല്ല, ഈ ഗ്രാമത്തിൽ കുറെ സ്കിൽഡ് വർക്കേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് നഗരത്തിലുള്ള ആളുകളുടെ സാലറി അല്ല കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഗരീബ് കല്യാൺ യോജന വഴി ഒരു സാലറി സ്കെയിൽ വെച്ചു. ഈ ഒരു സ്കെയിലിൽ താഴെ അവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല. ഗവൺമെന്റ് വെച്ച ആ ഒരു സ്കെയിലിനനുസരിച്ചിട്ട് മാത്രമേ ശമ്പളം കൊടുക്കാൻ പറ്റൂ. അപ്പൊ പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ അവരുടെ വേതനം ഈ ഒരു പദ്ധതി വഴി കൂട്ടി. അത് അവർക്ക് പ്രയോജനം ചെയ്യുന്നില്ലേ? ഉജ്ജ്വൽ യോജന, സൗജന്യ LPG കണക്ഷൻ, ഇതിങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പൊ നമ്മളൊക്കെ കുറെ നാളുകൾ പറഞ്ഞിരുന്നു നമുക്കൊക്കെ സബ്സിഡി കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ സബ്സിഡി നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു 9 അമർത്തു എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ത്യാഗം ചെയ്താൽ വേറൊരാൾക്ക് ഗ്യാസ് വരും. അപ്പൊ ഒരുപാട് പേര് അങ്ങനെ അമർത്തി കൊടുത്തിരുന്നു, നല്ല മനസ്സുള്ള ആൾക്കാർ. അപ്പൊ ഒരു സമയത്തിന് ശേഷം ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ സബ്സിഡി എന്ന് പറയുന്നത് ഒന്ന് പിടിച്ചിട്ട് കുറെ ആളുകൾക്ക് ഗ്യാസ് കൊടുത്തു. അപ്പൊ നിങ്ങൾ ഇത് പറയുന്നത് അയ്യോ ഇതൊക്കെ ഒരു സംഗതി ആണോ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, ഞാൻ പറയുന്നത് നിങ്ങളൊരു ടൂറൊക്കെ വെക്കണം. നോർത്തിലേക്കൊക്കെ പോയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കണം. ഒരു സ്ത്രീ ഈ പറയുന്ന പോലെ വെളുപ്പിന് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഉച്ചയ്ക്കൊക്കെ പോയിട്ട് ചുള്ളിയും കമ്പും പെറുക്കി കൊണ്ടുവന്ന് ഒരു അടപ്പ് ഇട്ട് ഊതി, മണ്ണെണ്ണ പോലും ഇല്ലാതെ ഊതി കത്തിച്ച് ഒരു ഭക്ഷണം ഉണ്ടാക്കണ പാടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ, അതും അവരുടെ ഒരു ഹോട്ട് ക്ലൈമറ്റ് ആണ്, ഡ്രൈ പോലത്തെ ഒരു ക്ലൈമറ്റ് ആണ്. അത് തണുപ്പെങ്കിൽ അങ്ങേയറ്റത്തെ തണുപ്പ്, ചൂടെങ്കിൽ അങ്ങേയറ്റത്തെ ചൂട്, അങ്ങനത്തെ ഒരു ക്ലൈമറ്റിലൊക്കെ അവരതിനെ അതിജീവിക്കുന്നതൊക്കെ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. എന്തുകൊണ്ടാണ് അവരിപ്പോഴും മോദി എന്ന് പറയുന്നത്? നിങ്ങൾ പറയുന്ന പോലെ വോട്ട് ചോരിയാണോ? ഇങ്ങനെയൊക്കെയാണ് വോട്ട് ചോർന്നത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോ അവരെ പറ്റിച്ചവരെ വിട്ടിട്ട് അവർ ഇവർക്ക് വോട്ട് ചെയ്തു. ഇവിടെ നമ്മൾ മുടി വെട്ടാൻ പോകുന്നിടത്ത് ഓൾമോസ്റ്റ് നോർത്തിലുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. അപ്പോ ഞാനൊരു പയ്യനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും യോഗിക്ക് വോട്ട് ചെയ്യുന്നത്? അവൻ UP ആണ്, ഇപ്പോഴും വോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ എന്താണെന്നറിയോ? മോദി വന്നതിന് ശേഷമാണ് ഞങ്ങളെ റോഡിൽ കാലാ റോഡ് വന്നത്, ടാറിട്ട റോഡ് വന്നത്. 60 വർഷം ഭരിച്ചവരൊരു റോഡ് കൊണ്ടുവന്നിട്ടില്ല. അറിയാമോ അവിടുത്തെ യഥാർത്ഥ മുഖം എന്താണെന്ന്? പോയി കണ്ടു നോക്കണം. എന്തുകൊണ്ട് അവർക്ക് യോഗി, എന്തുകൊണ്ട് അവർക്ക് മോദി, എന്തുകൊണ്ട് അമിത്ഷാ എന്ന് നിങ്ങൾക്ക് എന്നാലേ മനസ്സിലാവുള്ളൂ. ഗുജറാത്തിലൊക്കെ പോയിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് കുറ്റം പറയുന്നത് പോലെ മോദിനെ ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല. അത്രയ്ക്ക് ആൾക്കാർ ഇമോഷണലും കൂടിയാണ്, അവർ കൈവയ്ക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്ഥലം മാറിയത് ഇദ്ദേഹം വന്നതിന് ശേഷമാണ്. ഇപ്പൊ ഈ ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, സീനിയർ സിറ്റിസൺസിന്, വിധവമാർക്കൊക്കെ പെൻഷൻ കൊടുക്കുന്ന വലിയ കാര്യത്തിൽ സർക്കാർ കൊടി പിടിച്ചുകൊണ്ട് നടന്നല്ലോ. നമ്മുടെ പിണറായി വിജയൻ ആണ് കൊടുക്കുന്നത്. നമ്മൾ 1500 ആക്കി, ഇനി നാളെ 2500 ആക്കും, പിന്നെ 10,000 ആക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വോട്ട് വാങ്ങുന്നത്. ഇതിന്റെ സിംഹഭാഗവും ശരിക്കും പറഞ്ഞാൽ ഈ ഗരീബ് കല്യാൺ യോജന വഴിയാ വരുന്നത്. അതായത് കേന്ദ്രത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നില്ലേ, അത് ഈ ഒരു പദ്ധതി വഴി മോദി കൊടുക്കുന്നതാണ്. അതും പിന്നെ ഇവരുടെ ഷെയറും കൂടി ഇട്ടിട്ടാണ് ഇവര് തരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ആരാണ് ചെയ്യുന്നത്? ആരാണ് കണ്ടവരുടെ കുഞ്ഞിന് എന്താ പറയാ അച്ഛനാവാൻ നടക്കുന്നതെന്നൊക്കെ ഈ മാധ്യമങ്ങൾ തന്നെ, നമ്മുടെ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങി. വേറെ വഴിയില്ല. വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ ആളുകൾ കണ്ടു മനസ്സിലാക്കുമല്ലേ. പണ്ടത്തെ പോലെ പത്രം വായിച്ച് വീടിന്റെ അകത്ത് ഇരിക്കുമല്ലോ ആൾക്കാർക്ക് ഇപ്പൊ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഒപ്പം ചികിത്സാ രംഗത്തുണ്ടായ ഒരു വലിയ പദ്ധതി എന്നത് ആയുഷ്മാൻ ഭാരതാണ്. ഏകദേശം 55 കോടി പേർക്കാണ് ആയുഷ്മാൻ ഭാരത് എന്ന ചികിത്സാ സഹായ പദ്ധതിയിലൂടെ വലിയ തോതിൽ ധനസഹായം ലഭിച്ചത്. ഇപ്പോഴും ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് പേർ ഈ ചികിത്സാ പദ്ധതിയുടെ സഹായം സ്വീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പേരുകേട്ടൊരു പദ്ധതിയാണ് ഇദ്ദേഹം തന്നെ പറയുന്ന ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരതിന്റെ പ്രത്യേകത എന്താ? 55 കോടി ആളുകൾക്ക് ഫ്രീ ചികിത്സാ സഹായമാണ് ആയുഷ്മാൻ ഭാരത് വഴി കിട്ടിയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മോദിയുടെ ഇൻഷുറൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണ് ഇവിടെയൊക്കെ സംസാരിക്കുന്നത്. മോദിയുടെ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്കിയേ. എന്റെ അമ്മ 2021 ഹോസ്പിറ്റലിൽ ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ക്യാൻസർ സംബന്ധമായിട്ട്. അന്ന് അമ്മയ്ക്ക് ഓവറിയിലാണ് ക്യാൻസർ വന്നത്. അവിടെ ഒരു സർജറി ചെയ്ത് ഈ മുഴ പുറത്തേക്ക് ഇറക്കണമായിരുന്നു. അപ്പൊ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻഷുറൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ഹോസ്പിറ്റലുകാർ നമ്മളോട്, അതായത് ആസ്റ്റർ ഹോസ്പിറ്റലിലാണ് എന്റെ അമ്മനെ അന്ന് അഡ്മിറ്റ് ചെയ്തത്. അപ്പം അവിടുത്തെ ഡോക്ടർമാർ നമ്മളോട് ചോദിച്ചു, മോദിന്റെ ഇൻഷുറൻസ് ഉണ്ടോ? ഈ ആയുഷ്മാൻ ഭാരതിനെയാണ് ചോദിക്കുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം അങ്ങനെ ഒരു സംഭവം ഉള്ളതേ നമുക്കറിയാം. അത് എടുക്കാറുന്നില്ലേ? അത് ഇവിടെ വരെ, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വരെ ലഭിക്കുന്ന ഇൻഷുറൻസ് ആയിരുന്നത്. ഇപ്പോഴും കേരളത്തിൽ കിട്ടില്ല, അന്ന് കിട്ടുമായിരുന്നു. അതിനുശേഷം പിന്നെ ഇവർ ആ പൈസയൊക്കെ വകമാറ്റി ചെലവഴിച്ച് ലാപ്സ് ആക്കി കൃത്യമായിട്ട് കണക്ക് കൊടുക്കാതെ ഇപ്പൊ കിട്ടലില്ല. മോദിയുടെ ഇൻഷുറൻസ് കേരളത്തിൽ കിട്ടലില്ല. പക്ഷേ ഈ പറയുന്ന ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ ആളുകൾക്ക് അത് കിട്ടുന്നുണ്ട്. ഇതൊന്നും പോരാതെ ആയുഷ്മാൻ ഭാരതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. അതായത് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഫുള്ളി ഫ്രീ ആയിട്ടുള്ള ചികിത്സ. അതും ഇവിടെ കിട്ടില്ല, കേരളത്തിൽ നടപ്പാക്കില്ല. ഇനി സാമ്പത്തിക രംഗത്തേക്ക് വന്നാൽ, രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ കുതിപ്പുണ്ടാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ രാജ്യത്തിന് കഴിഞ്ഞു എന്നത് വാസ്തവമാണ്. 2014 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഇപ്പോൾ ലോകത്ത് 4ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു എന്നത് അതിന്റെ ഏറ്റവും
പ്രകടമായ നേട്ടമാണ്. ഒപ്പം വരും നാളുകളിൽ ഏറ്റവും വേഗത്തിൽ കുതിച്ചുയരുന്ന അല്ലെങ്കിൽ വളർച്ചാ നിരക്ക് പ്രകടിപ്പിക്കുന്ന സാമ്പത്തിക രംഗമായി നമ്മുടെ രാജ്യത്തിലേത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഡെഡ് എക്കണോമി എന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യൻ എക്കണോമിയെ വിശേഷിപ്പിച്ചപ്പോൾ അതെല്ലാം എടുത്തു വലിയ എന്താ പറയാ ബാനറൊക്കെ എഴുതി പോസ്റ്റ് ചെയ്ത് ആളുകൾക്കിടയിലേക്ക് എത്തിച്ച അതേ വ്യക്തികൾ പറയാണ് എക്കണോമി ഇപ്പോൾ വേൾഡ് വൈഡിലെ ഇന്ത്യൻ എക്കണോമി 5ാം സ്ഥാനത്താണെന്ന്. അപ്പൊ ഡെഡ് എക്കണോമി ആണെന്ന് പറഞ്ഞതോ അത് വേറൊരു ന്യൂസ്, ഇത് വേറൊരു ന്യൂസ്. എന്തായാലും ഇവരിതൊക്കെ പറയേണ്ടി വന്നല്ലോ. ഏത് രീതിയിലാണ് ഇന്ത്യൻ എക്കണോമി 5th പൊസിഷൻ പിടിച്ചിരിക്കുന്നത്? GDP മോദി വന്നതിന് ശേഷം തകർന്നു എന്ന് പറയുന്ന പല ആളുകൾക്കും GDP എന്താന്ന് പോലും അറിഞ്ഞൂടാ. എന്നാൽ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്ന അങ്ങനെയൊന്നുമല്ല. GST-യിൽ വന്ന വലിയ പരിഷ്കരണം, അതായത് GST എന്ന സംഗതി തന്നെ വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവന്ന ഒരു സംഗതിയായിരുന്നു ഇവിടുത്തെ എക്കണോമിക്ക്. അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന വാറ്റ്, ഈ വ്യത്യാസം അറിയാനായിട്ട് കേരളത്തിലെ ഒരു സംഗതി തന്നെ എടുത്തു വെച്ച് നോക്കാം. ഇപ്പോഴും കേരളത്തിൽ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾ വാറ്റിന്റെ കീഴിലാണ് പോകുന്നത്. അതുപോലെ തന്നെ മദ്യം വാറ്റിന്റെ കീഴിലാണ് പോകുന്നത്. ബാക്കി എല്ലാം GST-യിലാണ്. ഇനി വാറ്റ് മാറ്റി മദ്യവും പെട്രോളിയം ഉൽപ്പന്നങ്ങളും GST-യിലേക്ക് വന്നാൽ എന്താണ് ഗുണം? എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഗുണമാണ്. അതായത് വില കുറയും. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന അത്രയും വില ടാക്സും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അത്രയും വില നമ്മൾ കൊടുക്കേണ്ടി വരില്ല GST-ക്ക് കീഴിൽ വന്നാൽ. പക്ഷേ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾക്ക് കിട്ടുന്ന ടാക്സിന്റെ അളവ് കുറയും, തുക കുറയും. അത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്ര ഈ 4 സ്ഥലത്തെ ആൾക്കാർ ഉടക്കി നിൽക്കുന്നതുകൊണ്ടാണ് വാറ്റിന്ന് GST-യിലേക്ക് മാറ്റാത്തത്. അതുകൊണ്ടാണ് പെട്രോളിനും ഡീസലിനും മദ്യത്തിനും ഇത്രയധികം വില കൂടുതൽ. GST വന്നാലുള്ള ഗുണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി GST-യിൽ തന്നെ കൊണ്ടുവന്ന ഇപ്പോഴത്തെ മാറ്റം 22-ാം തീയതി കഴിഞ്ഞതിന് ശേഷം GST സ്ലാബുകളെല്ലാം മാറി. അതായത് നേരത്തെ സ്ലാബുകൾ എങ്ങനെയാണ് 5%, 12%, 18%, 28%. ഇത് മൊത്തത്തിൽ മാറി. ഇപ്പൊ 5%, അതായത് നമ്മൾ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ 5% ഒക്കെ വരുന്നുള്ളൂ. ചിലയിടത്ത് ടാക്സും ഇല്ല. ഇനി അതിലും കൂടി ഒരു ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത് 18%. അതിലും കൂടി ഒരു ടാക്സ് സ്ലാബ് എന്താ 12 പോയെ, അതിലും കൂടി ഒരു ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത് 40%. അയ്യോ ഇതെന്ത് വലിയ ടാക്സ് സ്ലാബാന്ന് നോക്കണ്ട, അത് പണക്കാർക്ക്, അപ്പർ ക്ലാസ്, അവർക്ക് കുഴപ്പമില്ല, അത് അവരടച്ചോളും. ഇതാണ് വലിയ രീതിയിൽ GST-യിൽ വന്ന മാറ്റം. പിന്നെ ഇൻകം ടാക്സിൽ വന്ന മാറ്റം ആലോചിച്ച് നോക്കൂ. ആദ്യം ഇൻകം ടാക്സ് ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചപ്പോഴും നിർമ്മലാ സീതാരാമനെതിരെ വലിയ രീതിയിൽ ട്രോളുകളും കാര്യങ്ങളും വന്നിരുന്നു. എന്നാൽ ഇപ്പോഴും 12 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ നിങ്ങൾ സർക്കാരിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ടാക്സ് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരുമാനം ഒന്നും അടക്കണ്ട, റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്ത് പോവുക. ആ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊന്നും വരാതെ നിങ്ങൾക്ക് നാളെ ഒരു ലോൺ കിട്ടാനോ കാര്യങ്ങൾക്കോ ഒക്കെ ഉപകരിക്കുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യന്റെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് എത്ര വലിയൊരു സംഗതിയാണ് ചെറിയൊരു ടാക്സേഷനുള്ളിൽ അവർ ചെയ്തോന്ന് ആലോചിച്ച് നോക്കുക. ഇതുവരെയും ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. എടുത്തു പറയേണ്ട നേട്ടങ്ങളിൽ ഒന്നാണ് UPI. UPI എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ GPay ഒക്കെ ചെയ്യുന്ന സമയത്ത് 50 രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, നന്ദിയുണ്ടേ, അതാണ് UPI. ഇതിപ്പോഴും ഞാൻ ആലോചിക്കും, അയ്യോ ഒരു പാർലമെന്റ് മെമ്പർ പറഞ്ഞത് ഇത് എങ്ങനെ നടക്കും? മീൻകാരന്, കപ്പ വിൽക്കുന്നവന്, പച്ചക്കറി വിൽക്കുന്നവന് എങ്ങനെ QR കോഡ് വെച്ചിട്ട് ഡിജിറ്റൽ ചെയ്ത് നിങ്ങൾ പൈസ കൊടുക്കുമെന്നാ ചോദിക്കുന്നത്. ഇന്ന് ആറയില QR കോഡ് ഇല്ലാത്ത ആർക്കാ ഇന്ന് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ അറിയാൻ പാടാത്തെ? പോട്ടെ, ആരുടെ കയ്യിലാ പൈസ കയ്യിൽ കൊണ്ട് നടക്കുന്ന രീതിയിൽ നോട്ടും ചില്ലറയുള്ളത്? നമ്മുടെ ഇവിടുത്തെ എത്ര പിള്ളേര് നോട്ട് കണ്ടിട്ടുന്ന ആളുകളായിന്ന് അറിയാമോ? എല്ലാം ബാങ്ക് വഴിയാ, സ്കാൻ ചെയ്യുന്നു, പേ ചെയ്യുന്നു. ഞാൻ ജോലി എടുക്കുന്നു, അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നു, സ്കാൻ ചെയ്യുന്നു, പേ ചെയ്യുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ UAE-യിലോ അമേരിക്കയിലോ പോലെ വന്നിട്ടില്ല. അമേരിക്കയിലൊക്കെ ഇപ്പോഴും അവര് ബെനിഫിഷ്യറി ആഡ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ചെക്ക് ഇട്ട് NEFT ഒക്കെ ഇവിടെ ചെയ്യുന്ന പോലെ ഒരുപാട് സമയം എടുക്കുമെന്നാ പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന വലിയ നിലയിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പോലും സാധിക്കാത്ത കാര്യങ്ങൾ ഫ്രീ ഇന്റർനെറ്റ് കൊടുത്ത് ഇതൊക്കെ ഒരു പ്രോസസ്സാണ് നമുക്ക് മനസ്സിലാക്കണം. ഈ എതിർത്തവരോടും അന്ന് കല്ലറിഞ്ഞവരോടും ഒന്നും മറുപടി പറഞ്ഞില്ല, ആരോടും മറുപടി പറഞ്ഞില്ല. സമയം തരൂ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഈ പ്രോസസ്സിനെ വിശ്വസിക്കൂ, റിസൾട്ട് നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ, അവർ പ്രകടന പത്രികയിൽ ചെയ്തതെല്ലാം തന്നെ ചെയ്ത് കാണിച്ചില്ലേ? 75 വയസ്സിന്റെ ഒരു എന്താ പറയാ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ എന്ന പേരിലെങ്കിലും അങ്ങേര് ചെയ്തതൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വന്നല്ലോ. ഇതുവരെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോ പത്രമാധ്യമങ്ങളും. മോദി അത് ചെയ്യുന്നു, മോദി ഇത് ചെയ്യുന്നു, മോദി ഒന്നും തന്നെ ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നില്ല, ഇന്ത്യയെ നശിപ്പിച്ചു എന്നൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്താ മാറ്റി പറയുന്നേ? സംഭവം ഇത്രയേ ഉള്ളൂ. വസ്തുതകൾ, യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ ഇനി സാധിക്കില്ല. ലോകത്തിന്റെ ഏതോ മൂലയിലേക്കും ക്യാമറകൾ എത്തുന്ന ഈ കാലത്ത് സത്യമാണ് ഞാൻ പറയുന്നത്. ക്യാമറ എന്ന് പറയുന്നതാണ് ഇപ്പോൾ ദൈവം. അതാണ് പലയിടത്തും സത്യം തെളിയിക്കുന്നത്. ആ കാര്യങ്ങൾ ഇങ്ങനെ വെളിച്ചത്ത് നിൽക്കെ ജനങ്ങൾ കണ്ടറിഞ്ഞ് പുരോഗതി അനുഭവിച്ചറിയേ അവര് ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ഡിനേ ചെയ്യും, സത്യങ്ങളെ എങ്ങനെ മറച്ചു വെക്കും? 12-13 വർഷം മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വികാരമായിരുന്നു ഉണ്ടായിരുന്നത്? ആദ്യമായി മോദി മത്സരിക്കുന്നു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക്. പിന്നെ മോദിയുടെ തെരഞ്ഞെടുപ്പ്, ഞാൻ അന്ന് രാഷ്ട്രീയമായിട്ട് അത്ര എന്താ പറയാ ഓൺ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, അത്ര അവെയർ ആയിട്ടില്ല. എന്റെ അമ്മ ഭയങ്കരമായിട്ട് ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അന്ന് എറണാകുളത്തൂടെ വെർട്ടെക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ കോൾ സെന്ററിൽ വർക്ക് ചെയ്യുവാണ്. വോഡഫോണിന്റെ ഒരു കോൾ സെന്റർ. ഞങ്ങളുടെ ഫ്ലോറിൽ ഏകദേശം ഒരു 100-120 പേര് അറ്റേ ടൈമിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ ഞാൻ കാണുന്നുണ്ട് ഓരോരുത്തരും വന്നു നിന്നിട്ട് ഇത്ര വോട്ടായി മത്സരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ല ആരാ മത്സരിക്കുന്നത്, എന്താ സംഭവം എന്നുള്ളത്. നരേന്ദ്രമോദിയാന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. നരേന്ദ്രമോദി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ വാതിൽ തള്ളി തുറന്ന ഒരാൾ കയറി വന്നിട്ട് മോദി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടി എണീച്ചെന്ന് കൈയടിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കേരളത്തിലോ വർട്ടക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കലൂരുള്ള ഒരു സംഗതിയാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഇത്രയ്ക്ക് ആവേശം,
ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. മോദി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നയതന്ത്ര ബന്ധങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉക്രൈൻ യുദ്ധം ആയിക്കോട്ടെ, അല്ലെങ്കിൽ റഷ്യൻ ഇഷ്യൂ ആയിക്കോട്ടെ, ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം ആയിക്കോട്ടെ, മോദിനെ വിളിക്കാണ് ആൾക്കാർ. മോദിയുടെ വാക്കുകൾക്ക് അവിടെ പ്രസക്തിയുണ്ട്. മോദി ഇടപെട്ടാൽ ഓരോ കാര്യങ്ങളും നടക്കുന്ന പറയുന്നത്. ഇന്നലെ തന്നെ ഋഷി സുനക്, പുടിൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തിലെ നമ്പർ 1 എന്ന ആളുകൾ, ഭയന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾ വരെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വ പ്രഭാവമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ഒരു വാക്ക് പുറത്തേക്ക് മിണ്ടാത്ത ഒരു പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിനെ വേറൊരാളാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ എല്ലാ ഡാമേജും അന്ന് ഇന്ത്യക്കുണ്ടായിരുന്നു. ചില്ലുംകോട്ടിൽ വന്നിട്ടാണ് റിപ്പബ്ലിക് ഡേക്ക് വരെ അദ്ദേഹം ആൾക്കാരോട് പ്രസംഗിക്കുന്നത്. എന്നാൽ മോദി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. അതുകൊണ്ട് തന്നെയാണ് മോദിക്ക് ഫാൻസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിലായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, വേൾഡ് വൈഡ് ആയിക്കോട്ടെ, നേപ്പാളിലൊക്കെ പ്രശ്നം നടന്നപ്പോ ആ ജെൻസി പ്രൊട്ടസ്റ്റേഴ്സ് പറഞ്ഞത് ഞങ്ങൾക്ക് മോദിനെ പോലൊരു നേതാവിനെ വേണമെന്ന്. എല്ലാവർക്കും മോദിയെ മതി. എന്തുകൊണ്ട് മോദി എന്നത് നിങ്ങളും ചിന്തിക്കേണ്ടതാണ്. തീർച്ചയായും മോദി ഇന്ത്യയെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെയാണ് മോദിക്ക് ഇവിടെ ഒരു മോദി പട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു 100% മോദി ഫാനാണ്. അത് എവിടെയും തുറന്നു പറയാൻ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്റെ ഫാനിസം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ അതീതമല്ല, വ്യക്തിത്വത്തിൽ മാത്രം അതീതമായിട്ടുള്ളതാണ്. ഞാൻ എന്താ പറയാ, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, എനിക്ക് ചിലപ്പോൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമോഷണൽ ആയിപ്പോ, അത്രയധികം ഞാൻ ബഹുമാനിക്കുന്ന, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്നത് പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. തീർച്ചയായും അദ്ദേഹത്തിന് 75 അല്ല, അദ്ദേഹം ഒരുപാട് കാലങ്ങളിൽ ഇന്ത്യയിൽ ജീവിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഇന്ത്യ യഥാർത്ഥ ഒരു ഇന്ത്യയിലേക്ക്, ഒരു അഖണ്ഡ ഭാരതത്തിലേക്ക് തിരികെ വരുള്ളൂ. അതെന്തായാലും വരികയും വേണം. ഇന്ന് സ്പോർട്സിലും ചായക്കടയിലും സ്കൂളിലും ചുമ്മാ വർത്താനം പറയുന്ന ചില്ലറ നേരങ്ങളിലും വരെ രാഷ്ട്രീയം ഒരു വിഷയമായിട്ടുണ്ടെങ്കിൽ, പാകിസ്ഥാനോട് ഒരു ദേഷ്യം ഓപ്പറേഷൻ സിന്ദൂറിലെ സിവിലിയൻസിനെ കൊന്നതുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, സ്പോർട്സ്മാൻ സ്പിരിറ്റും ബാക്കിയുള്ളതെല്ലാം മാറ്റി നിർത്തി ഭീകരരായി കാണുക, എന്റെ രാജ്യത്തിനെതിരെ വന്നാൽ ഞാൻ ചോദിക്കുമെന്ന് ഓരോ ഇന്ത്യക്കാരനും ഇവിടെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മോദിയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ്. അപ്പോ പ്രധാന സേവകന് 75ാം പിറന്നാൾ നേർന്നുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നു. മോദിയോടൊപ്പം, ഇന്ത്യയോടൊപ്പം. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.